എന്തായാലും അർജുന്റെ വാഹനത്തിനായുള്ള തെരച്ചിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ് കിട്ടുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും ദിവസം ഈ വാഹനം അവിടെ ഉണ്ട് എന്നുള്ള സിഗ്നൽ അല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ലോറി ഉടമ ഉറപ്പിച്ചു പറയുന്ന ജാക്കി ഇപ്പോൾ ആ പുഴയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പുഴയോരത്തോട് ചേർന്നുള്ള തെരച്ചിലിലാണ് ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. മനാഫ് അത് ഈ വാഹനത്തിൽ പിന്നീട് താൻ വാങ്ങിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. മനാഫിന്റെ വാക്കുകളിലേക്ക്. നമ്മളെ മറ്റേ 2 ടാങ്കർ ലോറികൾ പോയത് എന്താണ് പഴയ മോഡൽ സാധനം, അതിന്റെ ഡോറിന്റെ പീസാണല്ലോ ആ പഴയ. അതെ, അത്ര പഴക്കമുള്ളതാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയ ജാക്കി. അങ്ങനെ ഈ ജാക്കി എന്ന് പറഞ്ഞ സാധനം അത്ര വേഗം കേടുവരുന്ന സാധനമല്ല. വൺസ് ഒരു പ്രാവശ്യം വാങ്ങിയാൽ കുറേ കൊല്ലങ്ങൾ കിട്ടും. അപ്പം നമ്മളിത് പുതിയ വണ്ടിയാണ്, ഇപ്പം അടുത്ത് വാങ്ങിയതാണ്. ഈ ജാക്കി കണ്ടാൽ തന്നെ അറിയാലോ ഏകദേശം ഒരു കൊല്ലത്തെ പഴക്കം ഉണ്ടാവുള്ളൂ. ഉണ്ടാവും സ്വാഭാവികമായിട്ടും. വണ്ടിന്റെ ബാക്ക് സൈഡ് ലൈനും ഇത് ഉണ്ടാവുക, ഉള്ളോട്ട് വെക്കൂല. നിലവിൽ ഇപ്പോൾ കരയോട് ചേർന്ന പഴയ ചായക്കടയിൽ ഉണ്ടായിരുന്ന ഭാഗത്താണ് തെരച്ചിലുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ആയിരിക്കുമോ? അങ്ങനെ അതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആയല്ലോ ഇപ്പൊ ഒരു 2 ചാട്ടത്തിൽ 2 സാധനമായിട്ട് ആ മനുഷ്യൻ അഭിലാഷ്, ഒരു കാര്യം കൂടി ചോദിക്കൂ. വണ്ടി മറിയുമ്പോൾ ഇത് തെറിച്ചു വീഴാൻ സാധ്യതയുണ്ടോ? എവിടെയാണ് ഇത് വെച്ചിരിക്കുക സാധാരണഗതിയിൽ? ടാങ്കർ ലോറിയും ഒരു മരവണ്ടിയാണല്ലോ. അപ്പം ടാങ്കർ ലോറിന്റെ ഒരു പീസ് കിട്ടി. ഈ സാധാരണ രീതിയിൽ വണ്ടി മറിയുന്ന സാഹചര്യത്തിൽ ഇത് മറിഞ്ഞു വീഴാനോ ഒക്കെയുള്ള അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഇത് ഈ സാധനം നമ്മളതാ, നമ്മളെ ബാക്ക് സൈഡിലുള്ള ഇതാണ്. ഇത് നല്ല ലോക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതെങ്ങനെ പുറത്തെത്തി എന്നുള്ളതൊക്കെ ഇനിയുള്ള മുന്നോട്ടേക്കുള്ള ഇതിൽ നിന്ന് മനസ്സിലാവും. അതിന് ടൂൾ ബോക്സ് ഉണ്ടാവും, അത് ബാക്ക് സൈഡിലാണ് ഉണ്ടാവുക. ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും ടൂൾ ബോക്സ്. ആ ടൂൾ ബോക്സിന്റെ ഉള്ളിലാണ് ഇതുണ്ടാവുക. ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്ന ജാക്കിയാണ് ഇപ്പോൾ പുഴയിൽ നിന്ന്. മറ്റൊരു കാര്യം കൂടി, ഇതൊരു ടൂൾ ബോക്സിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പൂട്ട് തകർന്നൊക്കെ ആയിരിക്കും ഇത് പുറത്തേക്ക് വന്നതെന്നാണ്. കാരണം സുരക്ഷിതമായിട്ട് തന്നെയാണ് വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ടൂൾ ബോക്സിൽ ഇത് സൂക്ഷിക്കാറ്. ഇതിനൊപ്പം മറ്റ് ടൂൾസ് കൂടി ഉണ്ടാവും, മറ്റൊരു ജാക്കി കൂടി ഉണ്ടാവും. അത് തകർന്നത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ ഈ പുഴയിലേക്ക് വീണത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ട്രക്ക് ആ മേഖലയിൽ തന്നെ അധികം ദൂരോട്ടല്ലാതെ തന്നെ കിടക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട്. ഏതാണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഈ കണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 50 മീറ്റർ അകലെയാണ് ഈ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നതാണ്.